അടുത്ത ഇംപ്രൂവ്മെന്റ് 2021 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും പാർട്ട് രണ്ടായിട്ടുണ്ടാവും. ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യാനും രണ്ടാമത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും. അപ്പം ചിലപ്പോഴ് ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് അതും മിക്കവാറും റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. മക്കൾ എല്ലാ ക്വസ്റ്റ്യനും വർക്ക് ഔട്ട് ചെയ്ത് പോകണം കേട്ടോ. അത് സിമ്പിളാണ്. നിങ്ങൾക്ക് ആ 3 മാർക്ക് എപ്പോഴും കിട്ടണതാണ്, ചെയ്യാണ്ട് പോകരുത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇസ് ഫൈൻഡ് ലിമിറ്റ്. Limit x tends to 2 s square minus 2. Question number 1. Second question, evaluate limit x tends to 1 s square minus 1 divided by x minus 1. ഇത് രണ്ടും നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ലിമിറ്റ് x tends to 2 s square minus 2 is equal to 4 minus 2, that is 2. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 1 s square minus 1 by x minus 1, that is 1 minus 1 divided by 1 minus 1, which is 0 by 0. 0 by 0. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഫാക്ടറൈസ്. ലിമിറ്റ് x tends to 1 s square minus 2 നമ്മൾ എന്ത് എഴുതും? x plus 1 into x minus 1 divided by x minus 1. That is limit x tends to 1 x plus 1. That is equal to 1 plus 1 gives 2. അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. അപ്പം ഇറ്റ് ഈസ് ഇൻ ദ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. ഡി ഓഫ് എഫ് എക്സ് by dx is equal to x plus 1 into d by dx of s square minus s square into d by dx of x plus 1 divided by x plus 1 the whole square. That is x plus 1 into 2x minus s square into 1 plus 0 by x plus 1 the whole square. That is either 2x square plus 2x minus x square by x plus 1 the whole square. That is the x square plus 2x divided by x plus 1 the whole square. Okay, dy by dx of x square plus 2. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണെങ്കിൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2 ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2, ദാറ്റ് ഈസ് 2x പ്ലസ് 0 gives 2x. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മാർച്ച് 2021. Find the derivative of രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ, എക്സ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പം ഇത് യു ബി ഫോമിലല്ലേ, നമ്മളെങ്ങനെ എഴുതും? u into is equal to x into d by dx of s square plus 2x plus 1 plus s square plus 2x plus 1 into d by dx of x. That is x into ഇത് വരും 2x plus 2 അല്ലേ, plus s square plus 2x plus 1 into 1. അപ്പോൾ ഇത് 2x square plus 2x plus s square plus 2x plus 1. അപ്പം 3x square plus 4x plus 1. ഇതാണ് ഏകദേശമുള്ള കണക്കുകൾ 2021 വരെ നമ്മൾ ചെയ്തു, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിലും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക്
നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അത് നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് ഞാൻ നിർത്തുവാണ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്, അതിൽ നമ്മൾ ഡെറിവേറ്റീവിന്റെ ഡിഫറൻസിയേഷന്റെ ഡെഫിനിഷൻ അറിയണം. ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: എഫ് എക്സ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ and h be a small positive number, then limit h tends to 0 f of x plus h minus f of x divided by h is equal to f dash x. ഇതാണ് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. അതായത് എഫ് എക്സ് എന്ന ഫംഗ്ഷൻ, അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് എ എങ്കിൽ എയുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച്, വേർ എച്ച് ടെൻസ് ടു 0 ആകുമ്പോഴേക്കും നമ്മുടെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ വാല്യൂ ആണ് ഡെറിവേറ്റീവ്. അതായത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ടാൻജന്റ് ഓഫ് ദ കർവിന്റെ ടാൻജന്റ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് വെരി സ്മോൾ നമ്പർ. അതായത് ഇപ്പം 0 എന്ന പോയിന്റിന്റെ തൊട്ടടുത്ത് എന്ന് പറയുന്നത് നമ്മൾ 0.00001, ഇങ്ങനെ കുറെ 0.1 എന്താ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ്, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച്. ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. ആ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ നമ്മളെ സ്ലോപ്പ്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അതാണ് ടാൻജന്റ്. അപ്പം ഈ റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. പിന്നുള്ളത് എക്സ് സ്ക്വയർ 1/x e റൈസ് ടു x sin x cos x tan x, ഇത്രയും കാര്യങ്ങളുടെ പിന്നുണ്ട് 1/x. ഓക്കെ, ഇത്രയും കാര്യങ്ങളുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഇത് മക്കൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. tan x ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്ന ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം, മൈനസ് എഫ് ഓഫ് എക്സ് വേണം, ഡിവൈഡഡ് ബൈ എച്ച് ആണല്ലോ. നമ്മുടെ ഫംഗ്ഷൻ ഹിയർ ഇറ്റ് ഇസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമ്മൾ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് എച്ചിന്റെ ആണ് എച്ച് ടെൻസ് ടു 0, എച്ചിന്റെ വാല്യൂ അപ്ലൈ ചെയ്യണം. അപ്പം ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രോസസ് ഇത് നമ്മൾ ക്യാൻസൽ ആവും. എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ? ഇങ്ങനെയാണ്, ഇത്ര സിമ്പിൾ അല്ല, കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എക്സ് എഫ് ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10x plus 3. ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. നമുക്കപ്പോൾ ഇങ്ങനെ കിട്ടും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 10 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് പ്ലസ് 3 മൈനസ് 10x plus 3 by h. Limit h tends to 0 10x plus 10h plus 3 minus 10x minus 3 divided by h. ഇത് പോവും, ഇത് പോവും, ഇത് പോവും, ഇത് പോവും. That is equal to limit h tends to 0 10h by h. That is equal to 10. Okay, ഡെറിവേറ്റീവ് കറക്റ്റ് ആയില്ലേ? നെക്സ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ആണ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ 2x എന്ന് അല്ലേ? എക്സ് റൈസ് ടു എന്നിന്റെ ആ ഡെറിവേറ്റീവ് വെച്ചുകൊണ്ട് നമുക്ക് 2x എഴുതാം. അത് ചെയ്ത് നോക്കിയാലോ? അല്ല, എക്സ് സ്ക്വയർ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പം ഇത് നോക്കും, എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0
എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ സ്റ്റെപ്പ് എല്ലാം ഇതേ കണക്ക് തന്നെ എഴുതുക, അവിടെ എല്ലാം മാർക്ക് വരും കേട്ടോ. അപ്പൊ ലിമിറ്റ് ഇസിക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ഇസിക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. That is equal to limit h tends to 0. Limit h tends to 0. ഇതും ക്യാൻസൽ ആയിപ്പോകും. പിന്നെ ഉള്ളത് 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഈ എച്ച് അപ്പം എച്ച് മൊത്തമായിട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2x പ്ലസ് എച്ച്. എച്ചിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഇസ് 2x. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് ദ ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 x raised to n plus n x raised to n minus 1h plus n into x raised to n minus 2 into h square plus etc plus n square minus x raised to n divided by h. ഇതും ക്യാൻസൽ ആയി പോവും. പിന്നുള്ളത് ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ നോക്ക് എല്ലാ ടേമിലും h ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു h വെച്ചിട്ട് ഒരു h പുറത്തെടുത്താൽ h കട്ടായി പോകും അല്ലേ? അപ്പൊ ബാക്കി കിട്ടുന്നത് n into x raised to n minus 1 plus n into x raised to n minus 2h plus n etc plus h raised to n minus 1. ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ h 0 കൊടുക്കുമ്പോഴത്തേക്ക് ആൻസർ എന്ത് വരും? ആൻസർ n into x raised to n minus 1. അതായത് h ഫ്രീ ആയിട്ടുള്ള ഒരേ ഒരു ടേമേ ഉള്ളൂ, അതായിരിക്കും നമ്മുടെ റിസൾട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഏത് പവർ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ റിസൾട്ട് ആയിട്ട്. പ്രിൻസിപ്പൽ മെത്തേഡിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമ്മൾ ഈ ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഫോമിലേക്ക് മാറ്റും. അപ്പം സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇനി ഇറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച്. ഫോർമുലയൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അപ്പം ഇതിന് എന്താക്കാം? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. അതായത് സൈൻ എ കോസ് എക്സ് മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു ഇതും കൂടെ ആയിട്ട് സൈൻ എച്ച് ആണ്. sin h divided by cos x into cos x plus h. പിന്നെ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് sin x by x. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1. അപ്പം അതിവിടെ അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 sin h by h into 1 by cos x into cos x plus h. ഇത് വണ്ണാകുമ്പം നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ
കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ എച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ദാറ്റ് ഇസ് ഇക്വൽ ടു സി സ്ക്വയർ എക്സ്.